നമസ്കാരം. ഇത് 2025 ഏപ്രിൽ 1 ചൊവ്വാഴ്ച. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാർക്കുള്ള വിസ ഫീസിലെ 13% വരെ വർധനവ് ഇന്നു മുതൽ രാജ്യത്ത് പ്രാബല്യത്തിലാകും. ഹ്രസ്വകാല സന്ദർശക വിസകൾ മുതൽ ഇന്ത്യക്കാർക്കുള്ള വർക്ക് സ്പോൺസർഷിപ്പുകൾ, ദീർഘകാല യൂണിവേഴ്സിറ്റി കോഴ്സുകൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഭാഗങ്ങളെ ഫീസ് വർധനവ് ബാധിക്കും. അന്താരാഷ്ട്ര അപേക്ഷകർക്കുള്ള വിസ ചാർജുകളും ട്യൂഷൻ ഫീസ് വർധനവും ഇതിൽ ഉൾപ്പെടും. നിരവധി ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ ട്യൂഷൻ ഫീസ് 7% വർദ്ധിക്കുമെന്നാണ് കണക്ക്. ചൈനീസ് ഗവേഷണ കപ്പൽ ഓസ്ട്രേലിയയുടെ തീരത്ത് കണ്ടെത്തിയതായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സ്ഥിരീകരിച്ചു. സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും എന്നാൽ വ്യക്തമായ കാരണങ്ങളാൽ കൂടുതൽ വിവരങ്ങളൊന്നും വിശദീകരിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ടാൻസുബോയി ഹാവു കപ്പൽ ശാസ്ത്രീയ ഗവേഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനും ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കപ്പലിന്റെ പ്രവർത്തനങ്ങൾ അന്തർദേശീയ നിയമപ്രകാരം നിയമാനുസൃതമാണെങ്കിലും ഓസ്ട്രേലിയയിൽ ഇത് ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ലേബർ പാർട്ടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഫ്ലിൻഡേഴ്സ് ഹെൽത്ത് കെയർ സെന്ററിൽ $150 ബില്യൺ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആകെ $300 ബില്യൺ പദ്ധതിയാണിത്. 10 നിലകളുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉണ്ടാവുക. പുതിയ കേന്ദ്രം ഒരു വർഷം 10,000-ലധികം ആരോഗ്യ പരിചരണ നിയമനങ്ങൾ നൽകുകയും നഴ്സുമാർ, സാമൂഹ്യ പ്രവർത്തകർ, പാരാമെഡിക്കലുകൾ, തെറാപ്പിസ്റ്റുകൾ എന്നിവരെ ഉൾപ്പെടെ 1,300-ലധികം ആരോഗ്യ വിദഗ്ധരെ പരിശീലിപ്പിക്കുകയും ചെയ്യും. 2027ഓടെ ഫ്ലിൻഡേഴ്സ് ഹെൽത്ത് കെയർ സെന്ററിന്റെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വെള്ളപ്പൊക്കം ബാധിച്ച ക്വീൻസ്ലാൻഡിലെ ശക്തമായ മഴ മുന്നറിയിപ്പ് സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന് ആശങ്ക. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ഡയാന കിഴക്കോട്ട് നീങ്ങുമ്പോൾ ഇതിനകം തന്നെ വലിയ വെള്ളപ്പൊക്കം ബാധിച്ച ക്വീൻസ്ലാൻഡിൽ ഈ ആഴ്ച മുഴുവൻ കൂടുതൽ മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്. ക്വീൻസ്ലാൻഡിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥ തുടരുന്നുണ്ടെങ്കിലും പ്രദേശത്തെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കന്നുകാലികളടക്കം 10,000-കണക്കിന് വളർത്തുമൃഗങ്ങളാണ് ഇതുവരെ ചത്തുപോയതായി കണക്കാക്കിയിട്ടുണ്ട്. യഥാർത്ഥ കണക്കുകൾ ഇനിയും കൂടാനാണ് സാധ്യത. അപകടകരമായ പനി സീസണിനെ കുറിച്ചുള്ള ആശങ്കയിൽ സൗത്ത് ഓസ്ട്രേലിയയിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ സൗജന്യമാക്കുവാനുള്ള ആഹ്വാനങ്ങൾ ജനങ്ങൾ ശക്തമാക്കി. നിലവിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ളവർ, ഗർഭിണികൾ എന്നിവരുൾപ്പെടെ ദുർബല വിഭാഗങ്ങൾക്ക് മാത്രമാണ് ദേശീയ രോഗപ്രതിരോധ പദ്ധതി പ്രകാരം സൗജന്യ വാക്സിൻ ലഭിക്കുന്നത്. ഫ്ലൂ സീസണിനെ പ്രതിരോധിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ശൈത്യകാലത്ത് ഫ്ലൂ കേസുകളിൽ വർധനവ് ഉണ്ടാകുമെന്നും സൗജന്യ വാക്സിൻ ജനങ്ങൾക്ക് പ്രയോജനകരമാകുമെന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. മെട്രോയുടെ ഏറ്റവും പുതിയ ശാഖയുടെ ജോലികൾ തുടരുന്നതിനാൽ പ്രധാന സിഡ്നി റെയിൽപാത മാസങ്ങളോളം അടച്ചിടും. ഏപ്രിൽ 27-നും ജൂൺ 29-നും ഇടയിൽ T6 ലിഡ്കോം ബാങ്ക്സ്റ്റോക്ക് ലൈൻ അടച്ചുപൂട്ടും. തെക്കു പടിഞ്ഞാറൻ മെട്രോ ലൈനിലെ ജോലികൾക്കൊപ്പം T6 റെയിലും കാർഡ് പ്രൂഫ് ചെയ്യുമെന്ന് NSW സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. നിലവിലെ 4 കാർ ട്രെയിൻ പരിധിയിലുള്ള ലൈനിൽ അറ്റകുറ്റപ്പണിക്ക് പിന്നാലെ 8 കാർ ട്രെയിനുകൾ സർവീസുകൾ എന്ന നിലയിൽ സർവീസ് നടത്താൻ കഴിയും. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വടക്കു ഭാഗത്തുള്ള കുന്നൂരയ്ക്ക് തെക്ക് ആൻഡീസ് ടാസ്മാനിന് സമീപം നീന്തുന്നതിനിടെ കാണാതായ 20-കാരനായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. വെള്ളത്തിലേക്ക് ഇറങ്ങിയ യുവാവ് തിരിച്ചു വന്നില്ലെന്ന സുഹൃത്തുക്കളാണ് അധികൃതരെ അറിയിക്കുന്നത്. 2 ദിവസമായി പോലീസും അത്യാഹിത വിഭാഗവും തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും യുവാവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുന്നൂരയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ആൻഡീസ് ടാസം പ്രശസ്തമായ ഒരു സാഹസിക ഹൈക്കിംഗ് സ്ഥലമാണ്. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി സാം കെയർ തിരിച്ചെത്തും. മദ്യപിച്ച് വഴക്കിട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷ് കോടതിയിൽ നടന്നിരുന്ന കേസ് അവസാനിച്ചതിനെ തുടർന്നാണ് അവരുടെ മേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ഫുട്ബോൾ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചത്. ഈ തീരുമാനം നിലവിൽ പരിക്കേറ്റ് വിശ്രമത്തിലിരിക്കുന്ന
കേരള ഭാവിയിൽ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായി തിരിച്ചെത്താനുള്ള വഴിയാണ് തുറക്കുന്നത്. 2023 നടന്ന വംശീയ അധിക്ഷേപം നടത്തിയ കേസിലും കുറ്റക്കാരിയല്ലെന്ന് കോടതി കണ്ടെത്തി. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. രാജ്യതലസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 27.4 കോടി രൂപയുടെ മെത്താഫെറ്റമിനും കൊക്കൈനും MDMA-യും പിടിച്ചെടുത്തു. 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 4 പേർ നൈജീരിയൻ സ്വദേശികളാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ദില്ലി പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഛത്തർപൂരിൽ നിന്നും സംഘം പിടിയിലായത്. വഖഫ് ഭേദഗതി ബില്ലിനെ കേരള എംപിമാർ അനുകൂലിക്കണമെന്ന KCBCയുടെ ആവശ്യത്തിന് പിന്നാലെ CBSEയും രംഗത്ത്. നിലവിലെ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്നും CBSE വ്യക്തമാക്കി. മുൻപത്തെ 600-ലധികം കുടുംബങ്ങളുടെ വസതികൾ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് വഖഫ് ബോർഡ് ഈ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തിയെന്നും CBSE പറഞ്ഞു. കോഴിക്കോട് നാദാപുരത്ത് ഭർത്തൃവീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ യുവതിയെയും 2 കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി. കുറുങ്ങോട് ഹൌസിൽ അഷിത, മക്കളായ മെഹ്റ ഫാത്തിമ, ലുക്മാൻ എന്നിവരെയാണ് കാണാതായത്. കഴിഞ്ഞ 29-ാം തീയതിയാണ് 9-ഉം 5-ഉം വയസ്സുള്ള കുട്ടികൾക്കൊപ്പം ആഷിത വീട് വിട്ടിറങ്ങിയത്. പ്രമുഖ യൂട്യൂബർ മൃദുൽ തിവാരി ഓടിച്ച ലംബോർഗിനി നിയന്ത്രണം വിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കിടയിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് പരിക്ക്. ഡൽഹിയിലെ നോയിഡ സെക്ടർ 94-ലാണ് അപകടം നടന്നത്. എന്നാൽ ബ്ലോഗറല്ല കാർ ഓടിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.